ഗൈസ്, വെരി ടയേർഡാണ്. വെൽക്കം ചെയ്യാണ്. പക്ഷെ അവരെത്താൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ അറൗണ്ട് 2 മണിയാവാനായി. എല്ലാവരും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കാത്തിരിക്കും. അവർ വെൽക്കം ചെയ്യണ പടക്കം പൊട്ടിക്കലാണ്. എന്തുമ്മാ എല്ലാവരും റോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ വെൽക്കം ചെയ്യാനായിട്ട് ഇപ്പോൾ വരപ്പോൾ എവിടെയെങ്കിലും വന്നിട്ട് അവർക്ക് ഊർജം കയറ്റി കൊടുത്ത് അത് കാമായിരുന്നു. വീണ്ടും അവരെ അടങ്ങിക്കിടുന്ന തീ വീണ്ടും ആളി കത്തിച്ചിട്ട് എങ്ങനെ പോയി. പലതുണ്ടായി. പക്ഷെ ഒതുക്കി അവർക്ക് അവര് പാവെന്ന് വിചാരിച്ചു. ഹംദാടെ പെർസ്പെക്റ്റീവില് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള മനുഷ്യൻ. അമീറ ബാബിയുടെ പെർസ്പെക്റ്റീവില് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള മനുഷ്യൻ ഞാനിന്റെ മട പറഞ്ഞിട്ടില്ല. ബിരിയാണി ഒരു ഫുൾ കോഴിയുടെ പാർട്സ് ആണെങ്കിൽ ഇത് നോക്കാം. എല്ലാരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ മറ്റേ സാധനം എന്നൊക്കെ. പൈസ വരട്ടെ, ലൈക്ക് ബട്ടൺ റിപ്പോർട്ട്. പൈസ വരട്ടെ. ക്യാമറമാൻ ഫുഡ് ക്ഷീണായി. ഫുഡ് അടിച്ചപ്പോൾ ക്ഷീണം. ഫുഡ് അടിക്കുന്നതിന് മുന്നേ വേറെ വിഷയം. ഫുഡ് അടിച്ചപ്പോൾ വേറെ വിഷയം. നാട്ടിൽ അറിയപ്പെടുന്ന ബ്ലോഗറാണ്. 10 ആള് ഫോളോ ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അറിയപ്പെടുന്ന ബ്ലോഗറാണ്. ചായക്കട
എന്തൊരു അടിയാണിത്. ശേനന്മാരും അടിയാടി. കിട്ടി ഗൈസ്. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരു മാങ്ങപ്പിലിട്ടത് കിട്ടി. ഇങ്ങനെ ആളുള്ളതിൻ്റെ ഇടയിൽ മാങ്ങുപ്പിട്ട് കൊടുന്ന് പൊട്ടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് വീട്ടിൽ നിൽക്കാം. ഇതൊന്നും എനിക്കും കൂടെ എടുത്തോ. കിട്ടിയാ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് വെറുതെ നമ്മളെ പയ്യന്മാരുടെ ടെറസിൽ കളിക്കുന്നുണ്ട്. അപ്പൊ കളി കാണാൻ വന്നതാണ്. എല്ലാരും ഉണ്ട്, മണവാട്ടിയുണ്ട്. ചിയർ ഗേൾസ്, നമ്മളെ ചിയറിംഗ് ടീം. പിന്നെ അവിടെ ഗോളായി. ഓ ഗോഡ്, എല്ലാരും ഉണ്ട്. പൊരിഞ്ഞ പോരാട്ടം. ബാക്കി ടീംസ് ഒക്കെ വരുന്നുണ്ട്. കിട്ടൂല ഒരു കാര്യം പറഞ്ഞേ. അതാരത്? എന്താ പരിപാടി? വീണ്ടും നസീറ ചാനലിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മൾ ഹംദാനെയും ഷൈനോനും ഇവിടെ ഇരുത്തിയിട്ട് വെറുതെ നമ്മളിരുന്ന് വെറുപ്പിക്കുന്നു. അതെ, അടുത്ത വെറുപ്പിക്കൽ പരിപാടി. വരും ഓന്റെ ഉറക്കത്തിന്. കുഞ്ഞിളം കയ്യിൽ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞു ആറ്റക്കിളി പോകും നേരം മണ്ണണി തൂവൽ കാലിമെയ്യുന്ന പിള്ളാണിക്കാട്ടിൽ കല്ലിനാണ് കടുത്തു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം. മതി 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 മഞ്ചാടി കുന്നിലേറാ. ഞാൻ അറിയണ പാട്ട് പാടി. ഈ അന്ന് പാടിയില്ല. അവള് പാടുന്ന ആളാണ്. ഇജ്ജി പാടല്ലേ? സുലാത്ത കയറി പാടും. ഞാൻ പാട്. കുറച്ചുറക്കം.
പാട്ടാണിത്. കിട്ടുന്ന കൈയടി കുറച്ചും കലാബോധമില്ലാത്ത തെണ്ടികൾ. تغيرت لي أنا زعل تولى مع كل هم الزاير بي يطبطب ودلى يقول أنا تغيرت لي أنا زعل تولى مع كل هم الزاير بي قولوا له أنا برد ساعات ഇതൊരു കോമ്പറ്റീഷൻ ആവും. ആർക്കാണ് ഏറ്റവും കൂടുതൽ മടിയുള്ളത്? ആരാണ്? അവന്റെ ഷൂ കഴുകി പിടിച്ചു. രണ്ട് ചെരുപ്പം പിടിക്കണം. ഏതാന്ന് വെച്ചാല് നിന്റെ അടുത്ത് കിട്ടൂലേ? സിനിമ കണ്ടു കഴിഞ്ഞാല് ഏറ്റവും ആദ്യം ആരാ കരയാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്റ്റഡ്? ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് നല്ല ഡാൻസർ? ആരാണ്? ഒരു അടി ഉണ്ടാക്കിയാല് സൗന്ദര്യപ്പെടുത്തൊക്കെ ഉണ്ടായാല് ആദ്യം ആരാണ് സോറി പറഞ്ഞ് സോൾവ് ആക്കുക? സോറി പറയാം. അടി ഉണ്ടാവില്ല. ആരാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്? ആരാണ് ടോക്കറ്റീവ്? കൂടുതൽ സംസാരിക്കുന്നത് ആരാ? അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷാനു ലോലനാണോ റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് ആണോ? കേട്ടിട്ടില്ല. ആരാ ആദ്യം ഐ ലവ് യു പറഞ്ഞത്? ഷൂ എങ്ങനെ സഹിക്കണം? അവിടെ പോയിട്ട് ആൻസർ ചെയ്യാം. ഞാൻ പാചകം ചെയ്യില്ല, എങ്കിലും ചൂട് വേണം. ഞാൻ എല്ലാം നേരെയാക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പാചകം ചെയ്യില്ല, എങ്കിലും ചൂട് വേണം. ഞാൻ എല്ലാം നേരെയാക്കും. ആരും പറയരുത്. അറിയില്ല, നിങ്ങൾ പോയി നോക്കൂ. ക്ലൂ ഉണ്ടാ നോക്കൂ. അറിയില്ല, ക്ലൂ നോക്കൂ. കണ്ടുപിടിക്കൂ. പോയി തപ്പണം. അടുത്ത ക്ലൂ അതിനുള്ളിൽ എവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. അതാരെ പങ്ക്ച്വലായിട്ട് കുടുംബത്തിലുള്ളവരാണ്. അല്ല, make an omelette to a punctual person.
എന്നാ മുട്ട ഉണ്ടാ നോക്കട്ടെ ഷൈന ഫ്രിഡ്ജില് ബുൾസൈ പോയിട്ട് കോഴിനെ കൊണ്ട് ഇടിക്കും അതൊന്നും വിഷയമല്ല. കോഴിമുട്ട ഉണ്ടാ ഇല്ല മുട്ട മേടിച്ചിട്ടില്ല. എല്ലാരും കൂടി അകത്തേക്ക് വിളിക്കണ്ട അവർ പോട്ടെ. അപ്പൊ നമ്മളെ ട്രഷർ ഹണ്ടില് ഒരു ക്ലൂ മുട്ട ഉണ്ടാക്കി കൊടുക്കും, ഒരു ടാസ്ക്. അപ്പൊ പുള്ളി ഷായൂനെ എടുക്ക. ഓംലെറ്റ് അല്ല, ബുൾസൈ ആണ്, അതിനുള്ളിലൊന്നും വേണ്ട. അപ്പൊ ഉപ്പ് ഞാൻ എടുക്കാം. ഇവിടെ അടുപ്പ് ഇവിടെ. അതെ അത് ചൂടാണോ? അതെ വെള്ളത്തേക്ക് ഒഴിക്കല്ലേ പൊട്ടും. ഈ അവിടെ വെച്ച് ഞാൻ മാറി കൊടുക്കേ ഞാൻ ചെയ്തോളൂ, ഞാൻ മാറി. ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കാം. പൊട്ടാൻ പാടില്ല. പൊട്ടിക്കാണ്ട് എടുക്കണേ, പൊട്ടിക്കാണ്ട് നോക്കണേ. പതുക്കെ കൊണ്ടുപോരെ. സ്പൂൺ അതിലാക്കാൻ കൊടുത്തു. അടിപൊളി. ജീവിതത്തില് ഭംഗി നോക്കല്ല, എന്റെ ജീവിതത്തിൽ ഇത്ര ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കി തന്ന്. ഇത് രണ്ടാമത്തേത്. ജീവിക്കാൻ ആഗ്രഹം പറയാം. പ്രണയ നികുതി 1000 രൂപ തരുക. ഈ 1000 ആർക്കാണ്? ഊതിക്കെടുത്തുക. ഓക്കെ ഊതട്ടെ. എല്ലാരും കൈയടിക്കുക. താല്പര്യം ഉഷാറില്ലാത്ത ഹലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇമിറ്റേറ്റ് യുവർ പാർട്ട്ണർ. ഷൈൻക ഹംദാത്താനെയും ഹംദാത്ത ഷൈൻഖാനെയും പറഞ്ഞിട്ട് അനുകരിക്കുന്നുണ്ട്, ഇതാണ് അനുകരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് ഈ ഒരു കാര്യം പറ, ഈ അതിന്റെ ഓപ്പോസിറ്റ് പറയട്ടെ. പറഞ്ഞു എന്തെങ്കിലും നല്ല ഈ ഒരു സാധനം പറ. ഈ അതല്ല നമ്മൾ ഇന്നത്തെ കണ്ട എന്റെ അടുത്ത് ആ മമത
ഓക്കെ നമ്മൾ ഇന്നലെ കണ്ട സാധനം അടിപൊളിയല്ലായിരുന്നു. ശരിയാ, അല്ല അത് ടേസ്റ്റ് വരുന്നില്ല. അത് ശരിയാ. ഞാൻ ഹംദാന്ന് പറഞ്ഞു. ഓ ഹംദ, ലുക്ക്, ഞാൻ ഒരു വലിയ ചിൽ ഗായാണ്. എനിക്ക് എന്റെ ഭാവി പാർട്ട്ണറിനെ പറ്റി അങ്ങനെ ഒരു ചിന്താഗതിയും ഇല്ല, കൺസെപ്റ്റ്സും ഇല്ല. പക്ഷെ ഞാൻ കുറച്ച് ലിസ്റ്റ് ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഡിസൈഡ് ആക്കി കഴിഞ്ഞാൽ അയച്ചു തരാം. എന്റെ വേ ഓഫ് സ്പീക്കിംഗ്, ടോക്കിംഗ് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ യെസ് പറഞ്ഞാൽ മതി. ഒരു മുഖഭാവ വ്യത്യാസമില്ലാതെ കുടിക്കണം. നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. വായിക്കടാ. വായുണ്ട് പക്ഷേ കഴിക്കില്ല, ഞാൻ എല്ലാം വൃത്തിയാക്കും, ഞാൻ ആര്. ഒന്നുകൂടെ എനിക്ക് വായ ഉണ്ട് പക്ഷെ കഴിക്കില്ല, ഞാൻ എല്ലാം വൃത്തിയാക്കും, ഞാൻ ആര്. വീടുണ്ടോ? അത് നിങ്ങളെ മോനെ. എനിക്ക് വായുണ്ട് പക്ഷെ കഴിക്കില്ല, പക്ഷെ എല്ലാം വൃത്തിയാക്കും, ഞാൻ ആര്. ആരും പറയരുത്. അല്ല ഞാൻ ചോദിച്ചേ, ആള് പോയാണാവോ? ഞങ്ങൾ അറിഞ്ഞില്ല, അവിടെ കത്തി സമയം വേണ്ടിട്ട് നന്നായി സ്പെൻഡ് ചെയ്ത കാര്യം. ഹംദ, അവിടെ എത്രക്കാ പൊട്ടി? ലാസ്റ്റ് പ്രൈസ് പോട്ടെ, ലാസ്റ്റ് പ്രൈസ് അഞ്ചുമായി ആ കടക്കാരെ അമ്മയ്ക്കുണ്ട്. ഞങ്ങള് കസിൻസിനൊക്കെ ഇപ്പൊ പോയിട്ട് ജ്യൂസ് കുടിക്കണം. അതിനെല്ലാം അതിന് താഴത്തോട്ട് പോകാനില്ല. അല്ല ചെക്കൻ തന്നെ തരുന്നില്ല, ഡാഡി എന്നാലും മതി ചെക്കൻ. അല്ലെങ്കിൽ മെമ്പർ തരട്ടെ, മെമ്പർ തരട്ടെ. കുറച്ച് അഴിമതിയൊക്കെ ആവാം. പെഞ്ചണതാണോ? അതെ, മോനെ കഴിഞ്ഞിട്ട് നമ്മളല്ല, ഞാൻ പോവാ. മത്സരം
അയ്യോ ആക്റ്റീവ് മതിയോ ഏതെങ്കിലും ചാവി അറിയോ ഞങ്ങളുടെ കുട്ടി ചാവി മുജിക്കാൻ കൊടുത്ത് മുജിക്കാൻ Turn on this card. I'm going to announce the amount. 30,000 rupees. 30,000 rupees എന്നല്ല ഷാരിന്റെ അത് വാങ്ങിട്ടുള്ളൂ അല്ലെ അമ്പത്തേക്കു 30,000 rupees. നമ്മള് ചെക്കനും പെണ്ണും ഒക്കെ മലയാളി കയറ്റിട്ട് എല്ലാരും ജ്യൂസ് കുടിക്കാൻ വന്നാണ് ഗുരുവായൂർക്ക്. സമയം ഉറക്കം വരുന്നത് 1:57, 2 മണിയാവാനായി. ഞാൻ മാത്രല്ല ഫുൾ ഫാമിലി ഫുള്ള് നമ്മളെ ഇതാ കൊട്ടായിരുന്നു. കലാശക്കൊട്ട കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഉറക്കില്ല. ഇനി ആളെത്താനുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ആളെത്തി. ബൂസ്റ്റ് ഇല്ലാന്ന്, ചായ ഐറ്റംസ് ഒന്നും ഇല്ല. 2 മണിയായില്ലേ? ഈ വന്നേക്കാളെ സ്കൂളില്ലേ പോണില്ല. ഡെഡിക്കേറ്റഡ് ടീച്ചർ. ഞാൻ ഉറക്കം വന്നൊക്കെ അറിയാം. മാംഗോ ഫുള്ള് കമ്മ്യൂണിറ്റി ഉറക്കം വന്നാൽ കരയാം. ഇത് ഫുള്ള് നമ്മളെ ആൾക്കാർ അറിഞ്ഞു. പക്ഷെ ഇവിടെ നല്ല ലേറ്റ് ആണ്. ചായ ഇല്ല, ഹോട്ട് ഐറ്റംസ് ഒന്നുമില്ല. മാറിക്കോളൂ. നാളെ സ്കൂളിൽ ടീച്ചർ ഉറങ്ങിയിരിക്കുകയാണ്. ടീച്ചറെ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളതാ. കുട്ടി ഉറങ്ങി. എല്ലാപ്പം 2:19. നമ്മൾ ഓർഡർ ചെയ്തൊക്കെ കിട്ടുമ്പോൾ എത്ര സമയമാവും?
കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞു. Sad. എല്ലാവർക്കും കാണാൻ കിട്ടൂല. കാണാൻ കിട്ടൂല. കഴിഞ്ഞില്ലേ കല്യാണം? ഓരോരുത്തർ തിരിച്ച് ഗൾഫിൽ പോയി. എല്ലാരും പോകും.